ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 28 നടക്കാനിരിക്കുന്ന ആദ്യഘട്ട 10th പ്രിലിംസ് പരീക്ഷയുടെ മെഗാ മാരത്തൺ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മിക്സഡ് GK ചോദ്യങ്ങളാണ്. അതായത് നമ്മുടെ 10th പ്രിലിംസിന്റെ സിലബസിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ 100 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏത് ഭരണാധികാരിയാണ് തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്? ഏത് ഭരണാധികാരിയാണ് തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്? ഉത്തരം ശക്തൻ തമ്പുരാൻ. അടുത്ത ചോദ്യം: പശ്ചിമഘട്ട മലനിരകളിലുള്ള ഏറ്റവും വലിയ പട്ടണമേത്? പശ്ചിമഘട്ട മലനിരകളിലുള്ള ഏറ്റവും വലിയ പട്ടണമേത്? പൂനെ. ഉത്തരം പൂനെ. അടുത്തത്: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല? കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഏഷ്യയിലെ രാജ്യം? ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഏഷ്യയിലെ രാജ്യം? ഇന്തോനേഷ്യ. ഉത്തരം ഇന്തോനേഷ്യ. 105ാമത്തെ ചോദ്യം. അടുത്തത്: സുവർണ പടോകകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? മ്യാൻമാർ. സുവർണ പടോകകളുടെ നാട് എന്ന് അറിയപ്പെടുന്ന രാജ്യം ഏതാണ്? മ്യാൻമാർ ആണ്. അടുത്തത്: ജാപ്പനീസ് പുഷ്പാലങ്കാര ശൈലി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇക്ബാന. ജാപ്പനീസ് പുഷ്പാലങ്കാര ശൈലി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇക്ബാന. അടുത്തത്: അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യ ഗേറ്റിലാണ്. അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യ ഗേറ്റിലാണ്. അടുത്തത്: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരി. ഇന്ത്യയിലെ ഏതു സംസ്ഥാനമാണ് ബിഹു ആഘോഷത്തിന് പ്രസിദ്ധം? ഇന്ത്യയിലെ ഏതു സംസ്ഥാനമാണ് ബിഹു ആഘോഷത്തിന് പ്രസിദ്ധം? ഉത്തരം ആസാം. കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം എവിടെയാണ്? തൃക്കാക്കരയിലാണ്. കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം എവിടെയാണ്? തൃക്കാക്കരയിൽ. അടുത്തത്: നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഉത്സവമേത്? ഹോളി. നിറങ്ങളുടെ ഉത്സവം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഉത്സവമേതാണ്? ഉത്തരം ഹോളിയാണ്. അടുത്തത്: കലകത്തുഭവനം ആരുടെ ജന്മഗൃഹമാണ്? കലകത്തുഭവനം ആരുടെ ജന്മഗൃഹമാണ്? കുഞ്ചൻ നമ്പ്യാർ. ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ചോദ്യം: ലോകത്ത് ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം ഏതാണ്? കാനഡ. ലോകത്ത് ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം കാനഡ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഉത്തരം ഡോക്ടർ വർഗീസ് കുര്യൻ. അടുത്ത ചോദ്യം: ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? കൽപ്പന ചൗള. അടുത്ത ചോദ്യം: ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈ. ഏറ്റവും വലിയ ഇന്ത്യയിലെ എന്നാണ് ചോദ്യം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി എന്നറിയപ്പെടുന്ന ഏതാണ്? ധാരാവിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി എന്നറിയപ്പെടുന്നത് ധാരാവി. ഏറ്റവും ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. ഏറ്റവും ജനസംഖ്യ കൂടിയ ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. പൂർണ്ണമായും ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. പൂർണ്ണമായും ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം ഏതാണ്? ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം വന്നിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം ഏതാണ്? കുറിഞ്ഞിമല. അടുത്ത ചോദ്യം: ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ശ്രദ്ധേയനായ നേതാവ് ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. സുന്ദർലാൽ ബഹുഗുണ.
ചിപ്കോ പ്രസ്ഥാനത്തിന് ശ്രദ്ധേയനായ നേതാവാര്? സുന്ദർലാൽ ബഹുഗുണ. നർമ്മദ സരോവർ പദ്ധതിക്കെതിരെ മേധാ പട്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന ഏത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട്? ബാണാസുര സാഗർ അണക്കെട്ട്, വയനാട്. ഇന്ത്യയിലെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ ഡാം, വയനാട്. അടുത്തത്, ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി ആര്? ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ദില്ലി ചലാവോ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. പ്രാചീന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇപ്പോഴത്തെ പേരെന്ത്? യമുന. പ്രാചീന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇപ്പോഴത്തെ പേരെന്ത്? യമുന. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? സർദാർ കെ.എം. പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? സർദാർ കെ.എം. പണിക്കർ. അടുത്ത ചോദ്യം, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? പാക് കടലിടുക്ക്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? പാക് കടലിടുക്ക്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായി നവറോജി. ഉത്തരം ദാദാഭായി നവറോജി. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏതു കായലിലാണ്? വേമ്പനാട്ടു കായൽ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് ഏതു കായലിലാണ്? വേമ്പനാട്ടു കായൽ. അടുത്ത ചോദ്യം, ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത്? ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. ആധുനിക വിനോദസഞ്ചാരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തോമസ് കുക്ക്. ആധുനിക വിനോദസഞ്ചാരത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? തോമസ് കുക്ക്. അടുത്ത ചോദ്യം, കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? പാകിസ്ഥാൻ. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. അടുത്ത ചോദ്യം, തൂതപ്പുഴ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതി ഏത്? ഗുരുസാഗരം. തൂതപ്പുഴ പശ്ചാത്തലമാക്കി OV വിജയൻ രചിച്ച കൃതി ഏത്? ഗുരുസാഗരം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗ. ഉത്തരം ഗംഗ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തി ആരാണ്? ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തി ആര്? ഉത്തരം മൊറാർജി ദേശായി. അടുത്ത ചോദ്യം, ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. അടുത്തത്, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? വിശ്വനാഥൻ ആനന്ദ്. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? വിശ്വനാഥൻ ആനന്ദ്. അടുത്ത ചോദ്യം, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി? KM ബീനാമോൾ. ഉത്തരം KM ബീനാമോൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായി. വിക്രം സാരാഭായി. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായുള്ള ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹം ഏത്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായുള്ള ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹം ഏത്? എഡ്യൂസാറ്റ്. ഉത്തരം എഡ്യൂസാറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ?
ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 50 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. ഇന്നലെ 100 ചോദ്യങ്ങൾ പഠിച്ചു, ഇന്ന് 50. അങ്ങനെ ടോട്ടൽ നമ്മൾ 150 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ അത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എക്സാം വ്യൂ ഓഫ് പോയിന്റിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്